നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നെഹ്റു ആൻഡ് സയൻസ് ഇൻ ദ ഏജ് ഓഫ് കൊറോണ വൈറസ് എന്നുള്ള ന്യൂസ് പേപ്പർ ആർട്ടിക്കിളാണ്. ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു PDF എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് ദിയ മേരി മാത്യു ആണ്. ദിയ, താങ്ക് യു സോ മച്ച്. കാരണം ദിയ സെൻഡ് ചെയ്ത് തന്നില്ലായിരുന്നെങ്കിൽ വീഡിയോ പോസിബിൾ ആവില്ലായിരുന്നു. സോ ദിയ, വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ഒരു ഓൺലൈൻ ന്യൂസ് പേപ്പർ ആർട്ടിക്കിളാണ്. എനിക്ക് തോന്നുന്നത് എക്കണോമിക് ടൈംസിലാണെന്ന് തോന്നുന്നു. അവർ ഓൺലൈൻ സൈറ്റിലായിരുന്നു എന്ന് തോന്നുന്നു ഇത് പബ്ലിഷ് ചെയ്തത്. ആൻഡ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത് സന്തോഷ് പോൾ ആൻഡ് ഡോക്ടർ ഹർഷ് ഹെഡ്ഗെയാണ്. സന്തോഷ് പോൾ ഒരു സീനിയർ അഡ്വക്കേറ്റ് ആണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലെ. അതുപോലെ തന്നെ അദ്ദേഹം കുറേ അധികം ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ എബൌട്ട് ദ ഓഥർ എന്നുള്ള ആ ഒരു സെഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ഹർഷ് ഹെഡ്ഗെ എന്നുള്ള വ്യക്തി ഒരു ഡോക്ടറാണ്. ആൻഡ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലുണ്ട്, ഫോർട്ടിസ് എസ്കോട്ട്സ്. അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അദ്ദേഹം. ഒരു ഓർത്തോപീഡിക് സർജനാണ്. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ എബൌട്ട് ദ ഓഥറിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ആർട്ടിക്കിളിലൂടെ പറയുന്നത് നെഹ്റുവിയൻ വിഷനാണ്. അല്ലെങ്കിൽ നമ്മളുടെ നെഹ്റു, ജവഹർലാൽ നെഹ്റു, അദ്ദേഹം സയൻസ് ആൻഡ് ടെക്നോളജിയെ എങ്ങനെ നോക്കിക്കണ്ടു, അതല്ലെങ്കിൽ ഇന്ത്യയിൽ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിൻ്റെ എഫേർട്സാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. പലരും പറയാറുണ്ടായിരുന്നു നെഹ്റു ഒരു ദീർഘദൃഷ്ടിയുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ദീർഘവീക്ഷണമുള്ള വ്യക്തിയാണ് എന്നുള്ളത്. അപ്പം അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഇന്ത്യയിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇത്രയും അധികം മുൻനിരയിൽ വരാൻ കാരണം ജവഹർലാൽ നെഹ്റു കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സയൻസിനോടുള്ള ചിന്താഗതി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സയൻസ് എന്തുകൊണ്ടാണ് നേഷൻ ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്, അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നത് എങ്ങനെയാണ്, ആ ഒരു ആശയം എങ്ങനെയാണ് അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ആൻഡ് ഈ ഒരു ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കോട്ടോട് കൂടിയാണ്. മേരി ക്യൂറി പറഞ്ഞിട്ടുള്ള ഒരു കോട്ടോട് കൂടി. മേരി ക്യൂറി നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. റേഡിയം, പൊളോണിയം തുടങ്ങിയ മൂലകങ്ങൾ കണ്ടുപിടിച്ചത് മേരി ക്യൂറിയാണ്. അതിനോടൊപ്പം അവരുടെ ഒരു നാഷണാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോളിഷ് ഫ്രഞ്ച് ഫിസിസ്റ്റുമാണ്, കെമിസ്റ്റുമാണ്. സോ പോളണ്ടിലാണ് ജനിച്ചത്. ആൻഡ് പിന്നീട് അവർ ഫ്രാൻസിലേക്ക് മാറിയെന്ന് തോന്നുന്നു. ആൻഡ് ഫിസിസ്റ്റ് ആൻഡ് കെമിസ്റ്റാണ് അവർ. റേഡിയോ ആക്ടിവിറ്റിയാണ് അവരുടെ റിസർച്ച് ഏരിയ. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ റേഡിയോവും പൊളോണിയവും അവർ കണ്ടുപിടിച്ചു. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഫസ്റ്റ് വുമണാണ് നൊബേൽ പ്രൈസ് കിട്ടിയ ആദ്യത്തെ സ്ത്രീയാണ് അവർ. അതുപോലെ തന്നെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, 2 പ്രാവശ്യം അവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് ഓൺലി വുമൺ ഹു വിൻ നൊബേൽ പ്രൈസ്, ആ ഒരു ടൈറ്റിൽ, നൊബേൽ പ്രൈസ് ട്വൈസ്, ആ ഒരു ടൈറ്റിൽ കൂടി അവർക്ക് ഉണ്ട്. സോ ഈ ഒരു കോട്ട് എന്താണെന്ന് നോക്കാം. നത്തിങ് ഇൻ ലൈഫ് ഇസ് ടു ബി ഫിയേർഡ്, ഇറ്റ് ഈസ് ഓൺലി ടു ബി അണ്ടർസ്റ്റുഡ്. ജീവിതത്തിൽ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ടതായിട്ടില്ല, അല്ലെങ്കിൽ ഭയപ്പെടേണ്ടതായിട്ടില്ല. നമ്മളെല്ലാം മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. നൗ ഇസ് ദ ടൈം ടു അണ്ടർസ്റ്റാൻഡ് മോർ. സോ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയമാണ്. സോ ദാറ്റ് വി മേ ഫിയർ ലെസ്. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് പേടി മാറി തുടങ്ങും. ഒരു കാര്യത്തെ പറ്റിയിട്ട് കൂടുതൽ അറിയാതിരിക്കുമ്പോഴല്ലേ നമുക്ക് പേടി വരിക. പക്ഷേ ആ കാര്യം കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ പേടി മാറും. മേരി ക്യൂരിയുടെ ലൈഫ് തന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. കാരണം റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റിയെ ഭയപ്പെട്ടിരുന്നൊരു കാലത്ത് അതിലേക്ക് ഇറങ്ങി തിരിച്ചവരാണ് മേരി ക്യൂരി. അവരുടെ മരണം തന്നെ നോക്കിക്കഴിഞ്ഞാൽ എക്സസീവ് റേഡിയേഷൻ മൂലമാണ് അവർ മരണപ്പെട്ടത്. പക്ഷേ എപ്പോഴാണോ അവർക്ക് റേഡിയേഷനോടുള്ള പേടി മാറിയത്, അപ്പോഴാണ് ശരിക്കും അവർ ആ കാര്യത്തെ മനസ്സിലാക്കി തുടങ്ങിയത് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. ഒരു കാര്യത്തെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ആ കാര്യത്തിനോടുള്ള പേടി നമുക്ക് മാറുന്നത്. മേരി ക്യൂറി പറഞ്ഞിരിക്കുന്ന ഈ ഒരു കോട്ട് നമ്മുടെ ലൈഫിലും നമ്മൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ നോക്കുക. ആദ്യമായിട്ട് കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 എന്നുള്ള ഈ ഒരു ഡിസീസ് ചൈനയിൽ വന്നപ്പോൾ നമ്മൾ അതിനെ എത്രയധികം ഭയപ്പെട്ടിരുന്നുവോ അത്രയും ഭയം ഇപ്പോൾ നമ്മുടെ മനസ്സിലില്ല. അതിൻ്റെ റീസൺ എന്താണ്? നമ്മൾ കൊറോണ വൈറസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ COVID-19 പറ്റിയിട്ട് നമ്മൾ കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ സിംറ്റംസ് എന്താണ്, അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം ടെസ്റ്റ് ചെയ്യുന്നത് വളരെ ദൂരെയായിരുന്നു അല്ലേ. പൂനെയിലെ ലാബിലായിരുന്നു ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനെയല്ല, ഇവിടെ എല്ലാം ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്.
അതുപോലെ വാക്സിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. അതോടുകൂടി നമുക്ക് ഇതിനോടുള്ള ഒരു പേടി കുറഞ്ഞും തുടങ്ങി അല്ലേ. നമുക്ക് അറിയാം സേഫ് ഡിസ്റ്റൻസിങ്, സാനിറ്റൈസേഴ്സിൻ്റെ യൂസ്, മാസ്കിൻ്റെ യൂസൊക്കെ കൊറോണ വൈറസ് ഒരു പരിധിവരെ തടയുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് പേടി പതിയെ കുറഞ്ഞു വന്നു. ലോക്ക്ഡൗൺ കാലത്ത് പുറത്തേക്ക് ഇറങ്ങാത്ത ആൾക്കാർ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അല്ലേ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കാം, സേഫ് ഡിസ്റ്റൻസിങ് ആവശ്യമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ച് തുടങ്ങി. സേഫ് ഡിസ്റ്റൻസിങ്ങും സാനിറ്റൈസേഴ്സും മാസ്കും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇതിനെ നിയന്ത്രിക്കാം എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി തുടങ്ങി. പേടി കുറഞ്ഞു തുടങ്ങി. ഇതേ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യത്തിനോടും നമുക്ക് ഇതേ ഒരു സമീപനം തന്നെ പാലിക്കാവുന്നതാണ്. കാരണം ഒരു കാര്യത്തെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പേടി കുറയുക തന്നെ ചെയ്യും. നമുക്കിനി ആർട്ടിക്കിളിലേക്ക് കടക്കാം. സോ ഈ ഒരു ആർട്ടിക്കിൾ എഴുതുന്നത് മാർച്ച് മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കണക്കുകളൊക്കെ തന്നെ മാർച്ച് മാസത്തിലെ കണക്കുകളാണ്. വിത്ത് 4,22,000 ഇൻഫെക്ഷൻസ് വേൾഡ് വൈഡ് ആൻഡ് 18,907 deaths and still counting, Nehruvian vision of science and his efforts in creating a scientific society gains immense importance and relevance. So, with 4,22,829 infections, മാർച്ച് മാസത്തിൽ ഇത്രയധികം 4 ലക്ഷത്തിൽ കൂടുതൽ ഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് 18,907 ഡെത്തുകൾ ഉണ്ടായിരുന്നു. അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നെഹ്റുവിയൻ വിഷൻ ഓഫ് സയൻസ് ആൻഡ് ഹിസ് എഫേർട്സ് ഇൻ ക്രിയേറ്റിംഗ് എ സയൻറ്റിഫിക് സൊസൈറ്റി, അതായത് ഒരു സയൻറ്റിഫിക് സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യാനുള്ള നെഹ്റുവിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ എഫേർട്ടും ഈ ഒരു അവസരത്തിലാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം കൂടി വരുന്നത്. സയൻസ് അക്കോർഡിംഗ് ടു ജവഹർലാൽ നെഹ്റു വാസ് എ മേജർ ട്രയംഫ് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ് വിച്ച് കുഡ് ലിബറേറ്റ് ഹ്യൂമൻ കൈൻഡ് ഫ്രം ഇൽനെസ്, വോണ്ട് ആൻഡ് മിസറി. സോ സയൻസ് അക്കോർഡിംഗ് ടു ജവഹർലാൽ നെഹ്റു, സയൻസ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അഭിപ്രായത്തിൽ വാസ് എ മേജർ ട്രയംഫ് മീൻസ് വിജയം ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്, മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിജയം തന്നെയാണ് സയൻസ് എന്ന് പറയുന്നത്. കാരണം സയൻസ് നമ്മുടെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ അസുഖങ്ങളും ആവശ്യങ്ങളും അതുപോലെ തന്നെ മിസറീസും ഒക്കെ നിന്നൊക്കെ ആൾക്കാരെ മോചിപ്പിക്കുവാൻ സയൻസ് ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നെഹ്റു ഓൾസോ അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് സയൻറ്റിഫിക് ടെമ്പർ ഇൻ നേഷൻ ബിൽഡിംഗ്. അതുപോലെ തന്നെ നെഹ്റു മനസ്സിലാക്കിയ മറ്റൊരു കാര്യമാണ്, ഒരു നേഷനെ ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ, ഒരു സമൂഹത്തെ, ഒരു രാജ്യത്തെ ഉന്നതിയിലേക്ക് എത്തിക്കണമെങ്കിൽ അവിടെ അത്യാവശ്യം വേണ്ടുന്നൊരു കാര്യമാണ് സയൻറ്റിഫിക് ടെമ്പർ. എന്താണ് സയൻറ്റിഫിക് ടെമ്പർ? ഒരു കാര്യം കാണുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ആ ഒരു ജിജ്ഞാസ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ജിജ്ഞാസ, അതാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. ശരിക്കും സയൻറ്റിഫിക് ടെമ്പറിന് നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. ഹി റോട്ട് ദാറ്റ് the search for truth and new knowledge, the refusal to accept anything without testing on trial, the capacity to change previous conclusions in the face of new evidence, the reliance on observed facts and not on preconceived theory, the hard discipline of the mind. So, സയൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സെർച്ച് ഫോർ ട്രൂത്ത്, സത്യം കണ്ടുപിടിക്കാനുള്ളൊരു സെർച്ചാണ്, ഒരു അന്വേഷണമാണ് ശരിക്കും സയൻസ് എന്ന് പറയുന്നത്. ആൻഡ് ന്യൂ നോളജ്, സത്യം കണ്ടുപിടിക്കാൻ മാത്രമല്ല പുതിയൊരു അറിവ് നേടാനുള്ള ഒരു അന്വേഷണം കൂടിയാണ് സയൻസ്. ദ റെഫ്യൂസൽ ടു ആക്സെപ്റ്റ് എനിത്തിങ് വിത്തൗട്ട് ടെസ്റ്റിംഗ് ഓർ ട്രയൽ, ഒരു കാര്യം പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ടെസ്റ്റിങ്ങിൽ അത് വിജയിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ മടി. ദ കപ്പാസിറ്റി ടു ചേഞ്ച് പ്രീവിയസ് കൺക്ലൂഷൻസ് ഇൻ ദ ഫേസ് ഓഫ് ന്യൂ എവിഡൻസ്, പുതിയ തെളിവുകൾ കിട്ടുമ്പോൾ പഴയ കാര്യങ്ങൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കി പഴയ നിഗമനങ്ങൾ അതിനെ റെഫ്യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു കപ്പാസിറ്റി. ദ റിലയൻസ് ഓൺ ഒബ്സർവ്ഡ് ഫാക്ട്സ്, നിരീക്ഷണത്തിലൂടെ കണ്ടുപിടിച്ച കാര്യങ്ങളിൽ വിശ്വാസ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനുള്ള നമ്മുടെ ആ ഒരു മൈൻഡ്. ആൻഡ് നോട്ട് ഓൺ പ്രീ കൺസീവ്ഡ് തിയറി, ദ ഹാർഡ് ഡിസിപ്ലിൻ ഓഫ് ദ മൈൻഡ്, അതായത് പ്രീ കൺസീവ്ഡ് തിയറി, നമ്മൾ വിചാരിച്ചിരിക്കുന്ന കാര്യം തെറ്റാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള നമ്മുടെ ഒരു കഴിവ്. ശരിക്കും അതല്ലേ സയൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? ഈ മരുന്ന് കഴിച്ച് ആൾക്കാർക്ക് അസുഖം മാറിയിട്ടുണ്ടോ? അതല്ലേ നമ്മൾ ആദ്യം ചിന്തിക്കുക. അസുഖം മാറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് കഴിക്കാറുള്ളൂ. ഒരു മരുന്ന് കൊണ്ടുവന്നപ്പോൾ പറയുകയാണ് ഇതിന് ഒരുപാട് സൈഡ് ഇഫക്ട്സ് ഉണ്ട്, ഇത് പ്രോപ്പറായിട്ട് ആൾക്കാർ ടെസ്റ്റ് ചെയ്ത് വിജയിച്ചതല്ല,
അല്ലെങ്കിൽ പലർക്കും ഇത് കൊണ്ട് ദൂഷ്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നറിഞ്ഞാൽ നമ്മൾ ആ മരുന്ന് കഴിക്കുമോ? ഇല്ല. അപ്പം നമുക്ക് ശരിയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെ, അല്ലെങ്കിൽ ഇന്ന ആളിൽ ടെസ്റ്റ് ചെയ്ത് അത് വിജയിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു കഴിവ്, അതല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യം തെറ്റാണ്, സയൻസാണ് ശരിയെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവ്, അതൊക്കെ തന്നെയാണ് ശരിക്കും ഈ ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ളതിൽ വരുന്നത്. അദ്ദേഹം ഈ കാര്യം സയൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പറയുന്നത്, ജീവിതത്തിൻ്റെ കാര്യത്തിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലേ. ലൈഫിലൊരു പുതിയ പ്രതിസന്ധി വരുമ്പോൾ അത് ശരിയാണോ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പെരുമാറിയാൽ എങ്ങനെയാണ് അതിൻ്റെ എൻഡ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവ്, അല്ലെങ്കിൽ ഒരാളൊരു കാര്യം പറയുമ്പോൾ അയാൾ പറയുന്നത് ശരിയായിട്ടാണോ, അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്താൽ നമ്മൾ പരാജയപ്പെടുമോ എന്നൊക്കെ ചിന്തിക്കാനുള്ള നമ്മുടെ ആ ഒരു കഴിവ് കൂടിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ലൈഫ് വിജയിക്കുകയുള്ളൂ. ഇനി എങ്ങനെയാണ് നെഹ്റുവിൻ്റെ മനസ്സിൽ സയൻസിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ചിന്ത വന്നത് അത് നോക്കാം. Nehru's interest in science and technology can be traced back to his opting for science tripos in Cambridge and his association with leading British scientists of the age like James Jeans, Arthur Eddington and others. So നെഹ്റുവിൻ്റെ ഉള്ളിൽ സയൻസ് ആൻഡ് ടെക്നോളജിയെ പറ്റിയൊരു ഇൻട്രസ്റ്റ് വന്നത് അദ്ദേഹം ഗ്രാജുവേഷൻ ടൈമിൽ അദ്ദേഹം ചൂസ് ചെയ്ത ആ ഒരു സബ്ജക്റ്റിൽ നിന്നാവാം. അദ്ദേഹം ചൂസ് ചെയ്തത് സയൻസ് ട്രിപ്പോസ് ആണ്. സയൻസ് ട്രിപ്പോസ് മീൻസ് നാച്ചുറൽ സയൻസിൻ്റെ കൂടെ തന്നെ ഹിസ്റ്ററി, ഫിലോസഫി ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ്. അപ്പോൾ അതുകൂടാണ്ട് കേംബ്രിഡ്ജിൽ അദ്ദേഹം അതായിരുന്നു എടുത്തത്. അത് കൂടാണ്ട് അദ്ദേഹത്തിന് കുറേ ലീഡിങ് ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റുമായിട്ട് അടുത്തിടപഴകാനുള്ള അവസരം കിട്ടുകയുണ്ടായി. ജെയിംസ് ജീൻസ്, ആർതർ എഡിങ്ടൺ എന്നിവരാണ് അവർ. അപ്പോൾ അവരുമായിട്ടൊക്കെ അടുത്തിടപഴകിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങി സയൻസാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് കാരണമെന്ന്. സോ ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ എന്നോണം പറയുന്നത്. അപ്പോൾ ഇതൊരു കഥ പോലെ നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് സയൻസ് എന്ന് നെഹ്റുവിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് നെഹ്റുവിന് സയൻസിനോടൊരു ഇഷ്ടം വന്നത്. ഓക്കെ, ഈ 2 പോയിൻറ്റ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ക്രിയേറ്റിംഗ് സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ നേഷൻ ബിൽഡിംഗ്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. നെഹ്റൂസ് ബ്ലൂ പ്രിൻറ്റ് വാസ് ടു ഫോൾഡ്. First, to replicate world-class institution here in India. During his visit to USA or United States of America, he spent his time in understanding how the universities of America were giving the country the technical and scientific edge. So, നെഹ്റുവിൻ്റെ ബ്ലൂ പ്രിൻറ്റ് അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് 2 കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരണം. അപ്പോൾ 2 പ്ലാൻസ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഫസ്റ്റ്, ടു റെപ്ലിക്കേറ്റ് വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹിയർ ഇൻ ഇന്ത്യ. റെപ്ലിക്കേറ്റ് മീൻസ് അതുപോലെ കൊണ്ടുവരിക എന്നുള്ളൊരു മീനിങ് ആണ്. ഈ ലോകത്തിലെ ഒരുപാട് ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലേ, ഫസ്റ്റ് ഗ്രേഡിൽ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ കൊണ്ടുവരിക. അപ്പോൾ അദ്ദേഹം USA വിസിറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം ഒരുപാട് സമയം ചിലവഴിച്ചത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റീസ് എങ്ങനെയാണ് സയൻസിനും അതുപോലെ ടെക്നോളജിക്കും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു USA വിസിറ്റിൽ. അല്ലെങ്കിൽ USA വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് സയൻസിലും ടെക്നോളജിയിലും യൂണിവേഴ്സിറ്റിയുടെ റോൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാനായിരുന്നു. His celebrated visit to Massachusetts Institute of Technology in 1949 ultimately leads to the creation of 5 iconic Indian institutes of technology in Kharagpur, Bombay, Madras, Kanpur and Delhi. So, അദ്ദേഹം മാസച്യൂസെറ്റ്സ് എന്നുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വിസിറ്റ് ചെയ്യുകയുണ്ടായി ഈ ഒരു യാത്രയിൽ. ആ വിസിറ്റാണ് ഇന്ത്യയിലെ 5 ഐക്കോണിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാനുള്ള കാരണം. ഏതൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഖരഗ്പൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ബോംബെ, മദ്രാസ്, കാൻപൂർ ആൻഡ് ഡൽഹി. അങ്ങനെ 5 സ്ഥലത്ത് IITs വരാനുള്ള കാരണം ഈ ഒരു വിസിറ്റാണ്. ഓക്കെ. സെക്കൻഡ്ലി, ഹിസ് എബിലിറ്റി ടു ഇൻഡക്ട് സയൻറ്റിഫിക് നെയിംസ് ഓഫ് ദ ടൈംസ് ഇൻ ടു നേഷൻ ബിൽഡിംഗ്. വിക്രം സാരാഭായ്, CV രാമൻ, ഹോമി ജെ ഭാഭ, സതീഷ് ധവാൻ, SS Bhatnagar and many others were to run the premium institutes of scientific learning and research. ആദ്യം അദ്ദേഹം ഇങ്ങനത്തെ 5 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൊണ്ടുവന്നു. ഇന്ത്യയിലെ ഐക്കോണിക് ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള 5 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൊണ്ടുവന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, IITs നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവിടെ കിട്ടുകയുള്ളൂ. കാരണം അത്രയും രാജ്യത്തിന് വേണ്ടി
അത്രയും എന്താണ് സമയം ചെലവഴിക്കാനും അത്രയും ചിന്തിക്കുവാനും കഴിവുള്ള കുട്ടികളെയാണ് അവിടുത്തെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള കുട്ടികളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സയൻറ്റിസ്റ്റുകളെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് 5 ഇതുപോലത്തെ ഐക്കോണിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. രണ്ടാമതായിട്ട് അദ്ദേഹം ചെയ്തൊരു കാര്യം, ഇതേപോലുള്ള ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾക്ക് രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിലൊരു പങ്കുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെയൊക്കെ തന്നെ ഇത്രയും ഏബിൾ ആയിട്ടുള്ള ആൾക്കാർക്കാണ് അദ്ദേഹം നൽകിയത്, അല്ലെങ്കിൽ ഏബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇതിൻ്റെ തലപ്പത്ത് അദ്ദേഹം നിയമിച്ചത്. ഇതിൽ വിക്രം സാരാഭായ് ഉണ്ട്, CV രാമൻ ഉണ്ട്, ഹോമി ജെ ഭാഭ ഉണ്ട്, സതീഷ് ധവാൻ ഉണ്ട്, SS ഭട്നാഗർ ഉണ്ട്. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളായിരുന്നു ഈ ഐക്കോണിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത്. Nehru was fully cognizant to the fact that science would require acceptance from society and support from the government to sustain and deliver. So, നെഹ്റു മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, cognizant means aware എന്നുള്ള മീനിങ് ആണ്, മനസ്സിലാക്കുക. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, സയൻസിന് സൊസൈറ്റിയുടെ ആക്സെപ്റ്റൻസ് ആവശ്യമാണ്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അതിനൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. കാരണം നമ്മൾ കണ്ടുപിടിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ ഇന്ത്യയിലെ കണ്ടുപിടുത്തം കൊള്ളില്ല എന്ന് പറഞ്ഞാൽ സയൻസിനൊരു നിലനിൽപ്പില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിൽ സയൻസിനൊരു നിലനിൽപ്പില്ല. സോ അദ്ദേഹം മനസ്സിലാക്കിയ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം, കാരണം ഗവൺമെൻറ് ഫണ്ട് കൊടുക്കണം, ഗവൺമെൻറ് അതിനെ സപ്പോർട്ട് ചെയ്യണം. എങ്കിലൊക്കെ മാത്രമേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുന്നോട്ട് വരികയുള്ളൂ, അല്ലെങ്കിൽ സയൻസ് മുന്നോട്ട് വരികയുള്ളൂ. അപ്പം ഈ 2 കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി. ഹിസ് ലിമിറ്റ്ലെസ് tenacity enabled him creating bureaucracies into engines of scientific advancement, best exemplified by the creation of Department of Atomic Energy, the Bhabha Atomic Research Center, the Physical Research Laboratory, Indian Space Research Organization, Council of Science and Industrial Research, that is CSIR. So, ഇത് കൂടാണ്ട് അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം, his limitless tenacity means grip firmly എന്നാണ്. സോ അദ്ദേഹം ഒരു കാര്യം വളരെ ഫേമായിട്ട് അദ്ദേഹം ഒരു ഫേം മീൻസ് ഉറച്ചു നിൽക്കുക അല്ലേ, ഒരു കാര്യത്തിൽ അദ്ദേഹം വളരെയധികം ഉറച്ചു നിന്നു. ഇതിനായിട്ട് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ, നേരത്തെ മുന്നിൽ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇദ്ദേഹം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. അതിന് എക്സാമ്പിളാണ് അറ്റോമിക് എനർജി 1954 സ്റ്റാർട്ട് ചെയ്തു, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി, ദെൻ ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. സോ ഇതൊക്കെ തന്നെ സയൻസിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരുന്നു. അണ്ടർ ദ സ്റ്റീവാർഷിപ്പ് ഓഫ് SS ഭട്നാഗർ, നെഹ്റു ഹെൽപ്ഡ് സെറ്റ് അപ്പ് ദ നാഷണൽ കെമിക്കൽ ലബോറട്ടറി ആൻഡ് the National Physical Laboratory, the Fuel Research Station, the Glass and Ceramic Research Institute and the National Metallurgical Laboratory. Okay. So, ഇതൊക്കെ കൂടാണ്ട് ഭട്നാഗറിൻ്റെ നേതൃത്വത്തിൽ, ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കെമിക്കൽ ലബോറട്ടറിയും ഫിസിക്കൽ ലബോറട്ടറിയും അതുപോലെ തന്നെ ഫ്യൂൽ റിസർച്ച് സ്റ്റേഷനും ഒക്കെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം 5 IITs സ്റ്റാർട്ട് ചെയ്തു. അത് എന്തിൻ്റെ മോഡലിലായിരുന്നു? അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയുടെ മോഡലിലായിരുന്നു അദ്ദേഹം 5 ഇവിടെ IITs സ്റ്റാർട്ട് ചെയ്തത്. 2, ഇതിൻ്റെയൊക്കെ തലപ്പത്തേക്ക് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളെ അദ്ദേഹം നിയമിച്ചു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, സൊസൈറ്റിയും ഗവൺമെൻറ്റും ഒരുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ സയൻസ് മുന്നോട്ട് വരികയുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഭട്നാഗറിൻ്റെ നേതൃത്വത്തിലും അദ്ദേഹം കുറേയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തു, കുറേയധികം ലബോറട്ടറീസ് സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ അറ്റോമിക് റിസർച്ച് സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഒരു കഥ പോലെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഡിട്രാക്ടേഴ്സ് ദെൻ ആൻഡ് നൗ. ഡിട്രാക്ടേഴ്സ് മീൻസ് എതിരാളികൾ. അപ്പം എതിരാളികൾ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിന് ക്രിട്ടിസൈസ് ചെയ്യാനും ആൾക്കാരുണ്ടാവും അല്ലേ, വിമർശകരും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യത്തിനും വിമർശകർ ഉണ്ടായിരുന്നു. നെഹ്റു ഹാഡ് ഹിസ് ഡിട്രാക്ടേഴ്സ് ദെൻ ആസ് ഇൻ നൗ. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പല ആശയങ്ങളെയും വിമർശിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ വിമർശിക്കുന്ന ആൾക്കാർ അന്നും ഉണ്ടായിരുന്നു. സ്യൂഡോ നാഷണലിസം വാസ് ഇൻവോക്ഡ് ടു സപ്പോർട്ട് ഹിസ് സയൻറ്റിഫിക് മിഷൻ. സ്യൂഡോ നാഷണലിസം മീൻസ് എന്താണ്? ദേശത്തിനോടുള്ളൊരു, എനിക്ക് ദേശത്തെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയില്ലേ, അതായത് കപട ദേശസ്നേഹം എന്ന് പറയില്ലേ, അപ്പം അത് അന്നും ഉണ്ടായിരുന്നു. അവർ അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് മിഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അതായത് വഴിതിരിച്ച് വിടാനായിട്ട് ശ്രമിച്ചു. സയൻസ് ഹാസ് നോ ഫ്രോണ്ടിയേഴ്സ്. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണ്? സയൻസിന്
അതിരുകളില്ല. ഫ്രോണ്ടിയേഴ്സ് മീൻസ് ബൗണ്ടറി അല്ലെങ്കിൽ അതിര്. നോബഡി ഓട്ട് ടു ടോക്ക് അബൌട്ട് ഇംഗ്ലീഷ് സയൻസ്, ഫ്രഞ്ച് സയൻസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആർക്കും അങ്ങനെ ഇംഗ്ലീഷ് സയൻസ് ആണ്, ഫ്രഞ്ച് സയൻസ് ആണ് എന്നൊന്നും വേർതിരിക്കാൻ പറ്റില്ല. കാരണം സയൻസ് ഒന്നാണ്. ഏതൊരു രാജ്യത്തെ സയൻസ് ആയാലും അത് ഒന്ന് തന്നെയാണ്. സയൻസ് ഇസ് ബിഗർ ദാൻ ദ കൺട്രീസ്. രാജ്യങ്ങളെക്കാളും വലുതാണ് സയൻസ്. ഈക്വലി ഇമ്പോർട്ടൻറ്റ് വാസ് ദ റോൾ ഓഫ് സയൻറ്റിഫിക് ടെമ്പർ ഇൻ നാഷൻ ബിൽഡിംഗ്. അതുപോലെ തന്നെ സയൻസ് പോലെ തന്നെ സയൻസിനുള്ളൊരു അഭിരുചി ഉണ്ടല്ലോ, അതും ഒരു നേഷൻ ബിൽഡിങ്ങിന് അത്യാവശ്യമാണ്. ചോദ്യം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അതും നമ്മുടെ നേഷനെ ബിൽഡ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഹെഡിങ് ആണ് സോഷ്യൽ ഫിലോസഫി ആൻഡ് സോഷ്യലിസ്റ്റ് പ്രോഗ്രാം. ഇപ്പോൾ സോഷ്യൽ ഫിലോസഫിയും സോഷ്യലിസ്റ്റ് പ്രോഗ്രാമും. സോ നെഹ്റു വാസ് എലൈവ് ടു ബോത്ത് ദ ക്രിയേറ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് സൈഡ് ഓഫ് സയൻസ്. അപ്പം നെഹ്റു സയൻസിൻ്റെ നല്ല വശങ്ങളെയും ക്രിയേറ്റീവ് വശങ്ങളെയും അതുപോലെ ദോഷവശങ്ങളെയും ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന വശങ്ങളെയും പറ്റിയിട്ടുള്ള അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു കാര്യത്തിന് നല്ല വശവുമുണ്ട് ചീത്ത വശവുമുണ്ട് അല്ലേ? സയൻസിനും അതുപോലെ തന്നെയാണ്, നല്ല വശവുമുണ്ട് ചീത്ത വശവുമുണ്ട്. അത് നെഹ്റുവിന് അറിയാമായിരുന്നു. ഹി വാസ് എലൈവ് ടു ബോത്ത് മീൻസ് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു എന്നാണ് മീനിങ്. Therefore, it was integral to Nehru to work for world peace and evolve a cooperative venture involving all of humanity. അതുകൊണ്ട് തന്നെ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് നെഹ്റുവിനും അദ്ദേഹത്തിന് ഒരു ഇൻ്റഗ്രൽ പാർട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും സയൻസിനെ മോശമായിട്ടൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, യുദ്ധത്തിനായിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ കൊന്നെടുക്കാനായിട്ടോ ഒന്നും അദ്ദേഹം സയൻസിനെ യൂസ് ചെയ്തിരുന്നില്ല. സയൻസിനെ എപ്പോഴും അദ്ദേഹം ലോക സമാധാനത്തിനോടൊപ്പമാണ് നിർത്തിയത്. He refused to participate in wars of conflicting ideologies and steered clear of the Cold War. It was an adventure which India could do without. So, സയൻസിനെ ഇങ്ങനെയുള്ള യുദ്ധങ്ങൾക്കൊന്നും ഉപയോഗിക്കാതെ പോവുക എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യ നേരിട്ടൊരു ചലഞ്ച് തന്നെയാണ്. കാരണം പല രാജ്യങ്ങളും സയൻസിനെ ഇങ്ങനത്തെയുള്ള ഡിസ്ട്രക്റ്റീവ് വശങ്ങൾക്ക് യൂസ് ചെയ്യാറുണ്ട്. എന്താണ്, നമ്മൾ അണുബോംബ് ഇട്ട ആ ഒരു ഇൻസിഡൻറ്റ് തന്നെ ഒന്ന് ഓർത്ത് നോക്കിയാൽ അറിയാം, സയൻസിനെ മോശമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. പക്ഷേ നെഹ്റു ഒരിക്കലും സയൻസിനെ മോശമായിട്ടുള്ള കാര്യത്തിലേക്ക് യൂസ് ചെയ്യാനായിട്ട് ഇടപെട്ടില്ല, അല്ലെങ്കിൽ ചെയ്തില്ല. മോശമായിട്ടുള്ള കാര്യത്തിലേക്ക് സയൻസിനെ അദ്ദേഹം കൊണ്ടുവന്നില്ല എന്നാണ് പറയുന്നത്. സ്മോൾ പോക്സ് killed the son and the heir of the English Queen Anne in 1700 and numerous members of the aristocracy and upper classes. With a 14 days incubation period, the COVID-19 is no respecter of divisions of classes and masses. So, 1700 ക്വീൻ ആനിൻ്റെ മകനെ സ്മോൾ പോക്സ് കൊല്ലുകയുണ്ടായി. വിച്ച് മീൻസ് സ്മോൾ പോക്സ് എന്നുള്ള ഡിസീസ് കാരണം ക്വീൻ ആനിൻ്റെ മകൻ കൊല്ലപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ അരിസ്റ്റോക്രസിയിലെ രാജകുടുംബത്തിലെ അല്ലെങ്കിൽ അപ്പർ ക്ലാസ്സിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ അങ്ങനെ മരണപ്പെടുകയുണ്ടായി. അപ്പർ ക്ലാസ്സിൽപ്പെട്ട ഇത്രയും ആൾക്കാർ മരണപ്പെട്ടപ്പോൾ, കാരണം പണമുണ്ട്, അവർക്ക് സൗകര്യങ്ങളുണ്ട്, എന്നിട്ട് പോലും അപ്പർ ക്ലാസ്സിൽപ്പെട്ട ഇത്രയും ആൾക്കാർ സ്മോൾ പോക്സ് വന്ന് മരിച്ചപ്പോൾ ലോവർ ക്ലാസ്സിലെ എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ടാവുമെന്ന് നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. കാരണം അപ്പർ ക്ലാസ്സിലെ ആൾക്കാർക്ക് പണമുണ്ട്, സൗകര്യങ്ങളുണ്ട് അല്ലേ, പക്ഷേ ലോവർ ക്ലാസ് പീപ്പിളിന് അതുപോലും ഇല്ല. സോ അപ്പർ ക്ലാസ്സിലെ ഒരുപാട് ആൾക്കാർ മരിച്ചു വീണപ്പോൾ ലോവർ ക്ലാസ്സിലെ ആൾക്കാരും ഒരുപാട് മരിച്ചു വീണിട്ടുണ്ട്. Within a 40 days or with a 40 days incubation period, COVID-19 is no respecter of divisions of class. Just like that 40 days of incubation period ഉണ്ട് അല്ലേ, 14 ദിവസമാണ് നമ്മളോട് ക്വാറന്റൈനിൽ ഇരിക്കാൻ പറയുന്നത്. കാരണം ഈ 14 ദിവസത്തിനുള്ളിലായിരിക്കും ആ ഒരു വൈറസ് ഡെവലപ്പ് ചെയ്യുന്നത്. സ്മോൾ പോക്സിൻ്റെ കേസ് പറഞ്ഞതുപോലെ COVID-19നും അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് എന്നൊന്നും വേർതിരിവ് ഇല്ല. അതിപ്പോൾ ഏതൊരു ഡിസീസിനായാലും അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് എന്നൊരു വേർതിരിവില്ല, എല്ലാവർക്കും ഒരുപോലെയാണ് ആ ഡിസീസ് വരുന്നത്. Nehru's ideas of public institutions adopting the utilitarian principle of the greatest good to the greatest number assumes a significance. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർസ്പെക്റ്റീവിൽ, വ്യൂഡ് ഇൻ ദിസ് പെർസ്പെക്റ്റീവ്, ഈ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നെഹ്റുവിൻ്റെ ഇതുപോലുള്ള പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ എന്താണ് ചെയ്യുന്നത്, എല്ലാവർക്കും ഒരേപോലെ ചികിത്സ കൊടുക്കുവാനാണ് ശ്രദ്ധിക്കുന്നത്. In a time when misguided attempts are made to remove the word socialist from the preamble of the Constitution of India, it would do well to remember the post-independence revolutionary attempts and campaigns were made by the socialist policies of the government to eradicate smallpox, polio, plague and squared the growth of many other deadly diseases. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, സോഷ്യലിസം എന്നുള്ളൊരു ആശയം എന്താണ്, സമൂഹത്തിൽ എല്ലാവർക്കും ഒരുപോലെ അല്ല, സൊസൈറ്റിയിൽ എല്ലാവർക്കും ഒരുപോലെയാണ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ശരിക്കും സോഷ്യലിസം എന്നുള്ളൊരു വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്ത് കളയണമെന്ന് പറഞ്ഞവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം
ഈ ഒരു ഇൻഡിപെൻഡൻസിന് ശേഷം വന്ന ഒരുപാട് മഹാമാരികളെ നീക്കം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുവാനായിട്ട് ഗവൺമെൻറ് നടത്തിയ പരിശ്രമങ്ങൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. ഫോർ എക്സാമ്പിൾ പോളിയോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് നിന്നും മാറ്റിയതാണ് അല്ലേ, അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്ത ഒരു രോഗമാണ്. വാക്സിൻസ് കൊടുക്കുന്നുണ്ട്, പോളിയോ തുള്ളിമരുന്നുകൾ കൊടുക്കുന്നുണ്ട് അല്ലേ, ഒക്കെ നമ്മുടെ ഭാവി തലമുറയെയും പോളിയോയിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കണമെന്നാണ് പറയുന്നത്. ഫൈറ്റിംഗ് ദ റേജിംഗ് എപ്പിഡമിക്സ് ഓഫ് ദ ഏജ്. In the post-independent India, almost half the population lived in highly malarial areas and large-scale control operations commenced in 1953. In a span of a decade, malarial infections were so low that it was left to the local authorities. So, post-independent India population, highly populated people എല്ലാം ജീവിച്ചിരുന്നത് malarial areasലാണ്. പക്ഷേ മലേറിയ പോലുള്ള malarial infections അവർ എന്താണ് അത് കുറച്ചുകൊണ്ട് വരാനായിട്ട് അവർക്ക് സാധിച്ചു. In 1951, smallpox related deaths totally 1,48,000 and in a span of 10 years it was reduced to 12,300 deaths. So 1951 സ്മോൾ പോക്സ് വന്ന് 1,48,000 ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ 10 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു ഡെത്ത് റേറ്റ് വളരെയധികം കുറഞ്ഞു വന്നു. ഇതൊക്കെ ശരിക്കും സയൻസിൻ്റെ ഡെവലപ്മെൻറ്റാണ് പറയുന്നത്. Every 5-year plan began to dedicate more and more resources to fight these epidemics which was ravaging the population. അതുപോലെ ഓരോ 5-year പ്ലാനിലും കുറേ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെയുള്ള എപ്പിഡമിക്സിനെ ആയിട്ട് പോരാടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എപ്പിഡമിക്സ് തുടച്ചു നീക്കുവാനായിട്ട് കുറേ അധികം പ്ലാൻസ് ഓരോ 5-year പ്ലാനിലും കൊണ്ടുവരുന്നുണ്ടായിരുന്നു. The plague, which accounted for 3% of deaths around 1940, was completely eradicated by the middle of 1950s. So 3% ഡെത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന പ്ലേഗ് എന്നുള്ള രോഗം 1950 ആയപ്പോഴേക്കും കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. The plague, which accounted for 3% of deaths around 1940, was completely eradicated by the middle of 1950s. 3% ഡെത്ത്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്ലേഗ് രോഗം 1950s ആയപ്പോഴേക്കും ഇറാഡിക്കേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓൾസോ ഹെർക്കുലിയൻ ഇഫോർട്സ് വെർ ബീങ് മെയ്ഡ് ടു കൺട്രോൾ വെനീറിയൽ ഡിസീസസ് ലൈക്ക് ലെപ്രസി, ഫിലേറിയാസിസ്, ഡിഫ്തീരിയ, ടൈഫോയിഡ്, വൂപ്പിംഗ് കഫ്, pneumonia, meningitis, rabies, which were endemic in the length and breadth of India, was brought under control by public healthcare systems and accessible and affordable medicine and widespread government initiated vaccination programs. അതുപോലെ ഒരുപാട് ഹെർക്കൂലിയൻ എഫേർട്സ് വിച്ച് മീൻസ് ഒരുപാട് എന്താണ് അവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും ചെയ്തു എന്നാണ് പറയുന്നത്. വളരെയധികം കഷ്ടപ്പെട്ടു ഇങ്ങനെയുള്ള വെനേറിയൽ ഡിസീസസിനെയൊക്കെ ഇന്ത്യയിൽ നിന്നും നീക്കം ചെയ്യാനായിട്ട്. അതിൽ തന്നെ ലെപ്രസി ഉണ്ട്, ഫിലേറിയാസിസ് ഉണ്ട്, ഡിഫ്തീരിയ ഉണ്ട്, ടൈഫോയിഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഡിസീസസിനെയൊക്കെ നീക്കം ചെയ്യാനായിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതൊക്കെ കൺട്രോളിലാക്കിയത് പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റംസിലൂടെയും അതുപോലെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് വാങ്ങാൻ പറ്റുന്ന മരുന്നുകളിലൂടെയും ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ നിന്ന് കൊടുക്കുന്ന മരുന്നുകളിലൂടെയും ഒക്കെ തന്നെയാണ് ഇതിനെയൊക്കെ തന്നെ ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. നമുക്കറിയാം ഇപ്പോൾ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലെ വാക്സിൻസ് ആയാലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള വാക്സിൻസ് ആയാലും ഒക്കെ എല്ലാം സൗജന്യമാണ് അല്ലേ. സോ ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റ്സ് തന്നെയാണ്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്രിയേറ്റിംഗ് ദ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ട്രെയിനിങ് പേഴ്സണൽ. സോ കഴിഞ്ഞ ഒരു ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു, എങ്ങനെയാണ് ഡിസീസസിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചതെന്നാണ്. ഓക്കെ, അപ്പം അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ട്രെയിനിങ് പേഴ്സണലിനെ പറ്റിയിട്ടാണ്. എലോങ് വിത്ത് ഹ്യൂജ് റിസോഴ്സസ് allocations to fight epidemics, it was necessary to bring in a large number of medical practitioners and for that build new medical colleges and upgrade existing ones. So ഇങ്ങനെയൊക്കെ ഇത്രയും മെഡിസിൻസും ഇത്രയും അധികം സൗകര്യങ്ങളും കൊടുക്കണമെങ്കിൽ മെഡിക്കൽ പേഴ്സണൽസ്, ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ പേഴ്സണൽസും ആവശ്യമാണ് അല്ലേ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വാക്സിൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. സയൻറ്റിസ്റ്റുകൾ ആവശ്യമാണ്, മെഡിക്കൽ പേഴ്സണൽസ് ആവശ്യമാണ്, ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ ആവശ്യമാണ് അല്ലേ. ഇവരൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇത്രയും ഒരു ഫെസിലിറ്റീസ് ഒന്നും ഒരിക്കലും കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്,
ഒരുപാട് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെയും അതുപോലെ മെഡിക്കൽ കോളേജസും ഒക്കെ കൊണ്ടുവന്നു. ഉള്ള മെഡിക്കൽ കോളേജസ് അപ്ഗ്രേഡ് ചെയ്തു, പുതിയ പുതിയ മെഡിക്കൽ കോളേജസ് കൊണ്ടുവന്നു. മെഡിക്കൽ കോളേജസ് റോസ് ഫ്രം 15 in 1946 to 81 in 1965 and the number of students admitted from 1200 or 10,000 by the year 1965. So ഒരുപാട് മെഡിക്കൽ കോളേജസ് കൊണ്ടുവന്നു. 15 മെഡിക്കൽ കോളേജസ് ആയിരുന്നു 1946 ഉണ്ടായിരുന്നത്. അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപ് 15 മെഡിക്കൽ കോളേജുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ 1965 ആയപ്പോഴത്തേക്കും അത് 81 കോളേജസ് ആയിട്ട് മാറി. ഒരുപാട് സ്റ്റുഡൻസിനെ അപ്പോയിൻറ്റ് ചെയ്യാനും തുടങ്ങി, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യാനും തുടങ്ങി. കാരണം കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടെങ്കിലല്ലേ കൂടുതൽ ഡോക്ടേഴ്സ് ഉണ്ടാവുകയുള്ളൂ. അപ്പം കൂടുതൽ സീറ്റ്സ് അലൊക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സിനെ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ പേഴ്സണൽസിനെ ക്രിയേറ്റ് ചെയ്യാനും അവരെ ട്രെയിൻ ചെയ്യാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ത്യയിൽ ഉണ്ടായി. നെഹ്റുവിയൻ ഇൻഫ്ലുവൻസ് ഇൻ പോളിസി മേക്കിംഗ്. Exemplar is Kerala, where successive government of Congress Party and the Communist Party have worked within the domain and parameter of a welfare state and have steadfastly refused to be strayed into privatization and ensured ever widening of its public health facilities. It is no wonder that Kerala is able to combat the COVID-19 virus better than some of the advanced countries of the world. So, ഈ ഒരു നെഹ്റുവിയൻ ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു എന്നാണ് ഇനിയുള്ള പാരഗ്രാഫിൽ പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നത് കേരളത്തിനെയാണ്. കാരണം കേരളത്തിൽ ബോത്ത് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭരിച്ചിട്ടുണ്ട്. രണ്ടുപേരും തന്നെ സ്റ്റേറ്റിൻ്റെ വെൽഫെയറിനായിട്ട് ഒരുപാട് പരിശ്രമിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് പറയുന്നത്, പ്രൈവറ്റൈസേഷനിലേക്കാളും കൂടുതൽ പബ്ലിക്കിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു അതിശയവുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത്. കാരണം കേരളത്തിൽ COVID-19 കേരളം പോരാടിയത് മറ്റ് പല ഫോറിൻ കൺട്രീസിനേക്കാളും വളരെയധികം മെച്ചപ്പെട്ട രീതിയിലായിരുന്നു. No wonder that Kerala is able to combat COVID-19 virus better than some of the advanced countries of the world. മറ്റ് പല ഫോറിൻ കൺട്രീസിനേക്കാളും വളരെ മുൻപന്തിയിലായിരുന്നു കോവിഡ് വൈറസിനെ പ്രതിരോധിക്കാനായിട്ട്, അല്ലേ? ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, പല രാജ്യത്തും കോവിഡ് വൈറസ് കാരണം ഒരുപാട് ആൾക്കാർ മരിച്ചു വീഴുമ്പോൾ കേരളത്തിൽ മരണനിരക്ക് വളരെ കുറവായിരുന്നു. അതിൻ്റെ റീസൺ എന്താണ്? അത്രത്തോളം നമ്മുടെ രാജ്യം അഡ്വാൻസ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളം അഡ്വാൻസ്ഡ് ആണ്, ഇന്ത്യ അഡ്വാൻസ്ഡ് ആണ് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. Nehruvian relevance is visible as the world fights the deadly pandemic. Affordable health care will certainly gain space given the fact that in the midst of this pandemic, nations which have invested in affordable public health care systems like China, Taiwan, Vietnam, Singapore, Cuba have been able to deal with it far greater efficiency than richer countries. അതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പാൻഡമിക്കുമായിട്ട് ലോകം പൊരുതുമ്പോൾ നെഹ്റുവിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അദ്ദേഹം ഇത്രത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും നന്നായിട്ട് പോരാടുവാനായിട്ട് സാധിക്കുന്നത്. അഫോർഡബിൾ ഹെൽത്ത് കെയർ will certainly gain space given the fact that in the midst of this pandemic, nations which have invested in affordable public healthcare systems like China, Taiwan, Vietnam, Singapore, Cuba have been able to deal with it far greater efficiency than richer countries. മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരുപാട് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത പല മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഉന്നതിയിൽ നിൽക്കുന്ന രാജ്യങ്ങളെക്കാളും വളരെ നന്നായിട്ട് ചെറിയ രാജ്യങ്ങൾ പോരാടി എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് എന്താണ്, എങ്ങനെയാണ് നെഹ്റുവിയൻ ഇൻഫ്ലുവൻസ് പോളിസി മേക്കിങ്ങിൽ ഉള്ളതെന്നാണ്. അവിടെ കേരളത്തിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നെഹ്റുവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നെഹ്റു ആണ് ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവന്നത് നെഹ്റു ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം അഡ്വാൻസ്ഡ് ആയിട്ട് മാറിയത്. ഒരിക്കലും ഒരു ഫൗണ്ടേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങും വളരെ സ്ട്രോങ് ആയി നിൽക്കില്ല, അല്ലേ? ഫൗണ്ടേഷനാണ് എപ്പോഴും നല്ല സ്ട്രോങ് ആയി വേണ്ടത്. അപ്പോൾ ആ സ്ട്രോങ് ഫൗണ്ടേഷൻ തന്നത് ആരാണ്? നെഹ്റു ആണ്. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഒരു കമ്പാരിസണും വരുന്നുണ്ട്, മറ്റ് രാജ്യങ്ങളുടെ കാര്യവും ഇവിടെ പറയുന്നുണ്ട്. കാരണം ഹെൽത്തിന് വേണ്ടി ഒരുപാട് ക്യാഷ് സ്പെൻഡ് ചെയ്ത രാജ്യങ്ങളെക്കാളും ചെറിയ രാജ്യങ്ങൾ വളരെയധികം പോരാടി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, നെഹ്റുസ് ഫെയ്ത്ത് ഇൻ സയൻസ്. സയൻസിലുണ്ടായിരുന്ന നെഹ്റുവിൻ്റെ ഫെയ്ത്ത് എന്തായിരുന്നു, വിശ്വാസം എന്തായിരുന്നു? നെഹ്റുസ് ഫെയ്ത്ത് ഇൻ സയൻസ്. Nehru's optimism and faith in man's quest of science will always ring a bell in the age of
കൊറോണ വൈറസ്. സോ നെഹ്റുവിൻ്റെ ഒപ്റ്റിമിസവും അതുപോലെ മനുഷ്യൻ്റെ ക്വസ്റ്റിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഫെയ്ത്തും എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒന്നാണ്. എസ്പെഷ്യലി ഈ കൊറോണ വൈറസിൻ്റെ ഏജിൽ നമ്മൾ ഓർക്കേണ്ട ഒന്നാണ്. വിൽ ഓൾവേസ് റിങ് എ ബെൽ മീൻസ് എപ്പോഴും നമ്മുടെ ഓർമ്മയിലേക്ക് വരേണ്ടതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. മാൻ, ഹി സെഡ്, മാൻ ഹാസ് ഹർഡിൽഡ് defiance at the elemental powers with his mind, cradle of revolution, so to master them. Whatever gods there be, there is something god-like in man. So അദ്ദേഹം പറയുന്നത് എന്താണ്, മനുഷ്യൻ്റെ ഉള്ളിൽ എന്താണ് ചില പവേഴ്സിനുള്ള വിശ്വാസമുണ്ട് അല്ലേ. നമ്മളെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു പവറിനോടുള്ള വിശ്വാസമുണ്ട്. സോ ആ ഒരു വിശ്വാസം തന്നെയാണ് നമ്മളെ പലതിലേക്കും കൊണ്ടെത്തിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് നമ്മുടെ ഉള്ളിൽ, എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഒരു ഗോഡ് ലൈക്ക് പവർ ഉണ്ടെന്നാണ്. നമ്മളെല്ലാവരുടെ ഉള്ളിൽ ദൈവമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിനെ പോലെ ഒരു ശക്തി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അവെയർ ഓഫ് സയൻസ് ട്രയംഫ് ഓവർ ദ സ്കോർജ് ഓഫ് bubonic plague, syphilis, typhus or cholera, Nehru wrote to his daughter in Glimpses of World History in 1934, sanitation and health and the conquest over some diseases depend on science. So പ്ലേഗും സിഫിലിയസും ടൈഫസും കോളറയും ഒക്കെ പടരുന്ന ഒരു സമയത്ത് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്നുള്ള വർക്കിലൂടെ അദ്ദേഹം മകൾക്ക് വേണ്ടി എഴുതി 1934 മകളോട് പറഞ്ഞു സാനിറ്റേഷൻ മീൻസ് എന്താണ്, നമ്മൾ തന്നെ സാനിറ്റൈസ് ചെയ്യുക, അതായത് നമ്മൾ തന്നെ ശുചിയാക്കുക അല്ലേ, നമ്മളെ തന്നെ വൃത്തിയാക്കുക, അത് തന്നെയാണ് സാനിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹെൽത്ത്, അതുപോലെ ആരോഗ്യവും അതുപോലെ തന്നെ വൃത്തിയും ഒരു മനുഷ്യന് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഏതൊരു രോഗത്തെയും ചെറുത്ത് തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതൊക്കെ തന്നെ എന്തിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്, സയൻസിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നെഹ്റു ലീവ്സ് ത്രൂ ഹിസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ ഏജ് ഓഫ് കൊറോണ വൈറസ്. കൊറോണ വൈറസിൻ്റെ ഈ ഒരു സമയത്ത് നെഹ്റു അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ ജീവിക്കുന്നു, അതായത് അദ്ദേഹം നിർമ്മിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ ജീവിക്കുന്നു. The All India Institute of Medical Sciences was set up in 1956, Maulana Azad Medical College in 1958, Govind Ballabh Pant Institute of Postgraduate Medical Education and Research in 1961, along with other public institutions. So അദ്ദേഹം ഈ കൊറോണ വൈറസിൻ്റെ കാലത്ത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയും ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെ പറയാണ്. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെയും മൗലാന ആസാദ് മെഡിക്കൽ കോളേജിലൂടെയും ഗോവിന്ദ് ബല്ലഭ് പാന്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്നവും ഇന്നും നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നോട്ട് ടു ഫർഗെറ്റ് ഇൻ ദിസ് ഏജ് ഓഫ് കൊറോണ വൈറസ്, ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെ സെറ്റപ്പ് ആസ് ഏർലി ആസ് 1952. നമ്മൾ ഒരു കാര്യം മറക്കരുത്, കാരണം കൊറോണ വൈറസിൻ്റെ ഈ ഒരു ഏജിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു പേരാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെ അല്ലേ. ഇനിഷ്യൽ സ്റ്റേജസിൽ വൈറസ് ടെസ്റ്റ് ചെയ്തിരുന്നത് ഇവിടെ അയച്ചിട്ടാണ്. സോ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അത് 1952 ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സെറ്റ് ചെയ്തതാണ് എന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇറ്റ് ഈസ് ദിസ് ഫെയ്ത്ത് നെഹ്റു പ്ലേസ്ഡ് ഓൺ സയൻസ് ആൻഡ് ദ സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹി ബിൽറ്റ് with the ablest of men and the relentless effort of the scientific institutions which he nurtured, which would deliver us from the devastating worldwide scourge. ഇറ്റ് ഈസ് ദിസ് ഫെയ്ത്ത്. അപ്പം ഈ ഒരു വിശ്വാസമാണ് നെഹ്റു സയൻസിന് കൊടുത്ത ഈ ഒരു വിശ്വാസവും, അതുപോലെ തന്നെ ഏബ്ലസ്റ്റ് ഓഫ് മെൻ, ഇവിടെയുള്ള എല്ലാ സയൻറ്റിസ്റ്റുകളിലും വെച്ച് ഏറ്റവും മികച്ച സയൻറ്റിസ്റ്റുകളെ ഹെൽപ്പോടുകൂടി അദ്ദേഹം ബിൽഡ് ചെയ്ത സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എഫേർട്സും, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിൻ്റെ എഫേർട്ടും നമ്മൾ ഈ ഒരു പാൻഡമിക് ടൈംസിൽ വേൾഡ് വൈഡ് സ്ക്രൂജ് മീൻസ് പകർച്ചവ്യാധി അല്ലെങ്കിൽ ബാധ എന്ന് പറയില്ലേ. സോ ഈ ഒരു സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ തന്നെയാണ് ഇത്രയും പാൻഡമിക് സിറ്റുവേഷൻസിലും ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനോടും പൊരുതി മുന്നോട്ട് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് ഈ ലാസ്റ്റ് ലൈൻസിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ. അപ്പം നമ്മൾ ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നെഹ്റുവിൻ്റെ കോൺട്രിബ്യൂഷൻ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത കൊണ്ടുവന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണിത് പോരാടിയതെന്ന് പറയുന്നുണ്ട്, കേരളത്തെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.